ഇന്ന് ഉത്രാടപ്പാച്ചിൽ. തിരുവോണപ്പുലരിക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. നാടും നഗരവും മാവേലി മന്നനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവോണത്തെ വരവേൽക്കാൻ അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് മലയാളി കടക്കുന്ന ദിവസമാണ് ഇന്ന്. മുതൽ 10 നാൾ നീളുന്ന ഓണം ഒരുക്കത്തിൽ വിപണി ഏറ്റവും സജീവമാകുന്ന ദിവസമാണ് ഉത്രാടം. വൈകിട്ടാകും ഏറ്റവും തിരക്ക് അനുഭവപ്പെടുക. ഉത്രാട ദിവസത്തെ പൂക്കളത്തിനുമുണ്ട് പ്രത്യേകത. ഏറ്റവും വലിയ പൂക്കളങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും ഇന്നാണ്. ഓണം നിറവിന്റെ കൂടി ആഘോഷമാണ്. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കാനാണ് മലയാളിയുടെ ഉത്രാടപ്പാച്ചിൽ. സമൃദ്ധിയുടെ ഉത്സവം, സന്തോഷത്തിന്റെ ഉത്സവം, ഒത്തുചേരലിന്റെ ആഘോഷം എല്ലാം പാരമ്യത്തിലെത്തുന്നത് തിരുവോണത്തിന്. ഇതെല്ലാം യാഥാർത്ഥ്യമാക്കാനുള്ള പാച്ചിലാണ് ഉത്രാടത്തിന്. വിപണികൾക്കും ഉത്സവമാണ്. പുത്തനുടുപ്പും പച്ചക്കറികളും പഴങ്ങളും പൂക്കളും പലവ്യഞ്ജനങ്ങളും എല്ലാം വാങ്ങി അറനിറയ്ക്കും മലയാളി. ഓണക്കോടി വീട്ടുകാർക്ക് മാത്രമല്ല, പ്രിയപ്പെട്ടവർക്കെല്ലാം കരുതുന്നതും സന്തോഷം. അവനവന്റെ കഴിവിനനുസരിച്ച് എല്ലാം വാങ്ങാനുള്ള ഓട്ടത്തിൽ ചെറുകിട കച്ചവടക്കാർ മുതൽ വൻകിടക്കാർക്ക് വരെ കൈയും മനസ്സും നിറയും. ഓൺലൈനിലും കച്ചവടം തകർന്നയാണെങ്കിലും കടകളിൽ പോയി തിക്കിത്തിരക്കി കണ്ട് തൊട്ടുനോക്കി വാങ്ങുന്നതിന്റെ ത്രില്ലൊന്നും അതിനില്ല. ഉത്രാടം ഉറക്കമില്ലാത്ത ദിവസം കൂടിയാണ്. വീട്ടുകാരെല്ലാം ഒത്തുചേർന്ന് കായ വറുക്കലും അച്ചാറുണ്ടാക്കലും ഇന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെ ഏത്തക്കായ കുല നിർബന്ധം. ഉത്രാടത്തിന് തുടങ്ങുന്ന ആഘോഷത്തിന് തിരുവോണം കഴിഞ്ഞ 3-ാം ഓണത്തിനെ കൊടിയിറങ്ങും. ഗ്രാമമായാലും നഗരമായാലും ഇതൊക്കെ മറക്കാതെ സൂക്ഷിക്കുന്നു മലയാളി. നാടാകെ വിവിധ ക്ലബ്ബുകൾ കേന്ദ്രീകരിച്ചുള്ള ഓണാഘോഷ പരിപാടികൾ പൊടിപൊടിക്കുകയാണ്. വടംവലി മുതൽ ഓണത്തല്ലു വരെ ഓണനാളുകളിലെ ആഘോഷങ്ങളിൽ നിറയും.